ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡൂഡ്. അപ്പോൾ ഇത് നമ്മൾ കളിക്കാൻ വന്ന ഒരു ഡിഫറെൻറ്റ് ഗെയിമാണ്. കുറേ നാൾ നമ്മൾ റോബ്ലോക്സിന് മാത്രം കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഒന്ന് മാറ്റി നമ്മൾ എം സിയും കൂടെ വന്നിരിക്കുകയാണ് ഗൈസ്. അത് നമ്മുടെ മൈൻക്രാഫ്റ്റ്. അപ്പം ഇന്ന് എൻ്റെ കൂടെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ രണ്ട് പേരുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ലോൺ മൊറൽ വൈറ്റി. ഇവൻ്റെ ചാനലുണ്ട് ഗൈസ്, നിങ്ങളത് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതും മാസി, ഇവന് ചാനലൊന്നുമില്ല. ഗൈസ്, അപ്പം നമ്മുടെ നേരത്തെ സെർവേഴ്സിൻ്റെയൊക്കെ വീഡിയോ എന്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തോ എനിക്ക് ആ സെർവറിൽ സെയിൻറ്റുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെർവറിൽ കയറാൻ പറ്റുന്നില്ല ഗൈസ്. ലൈക്ക് എന്തോ ഒരു ബഗ് അടിക്കുന്നുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും വീഡിയോസ് വരാത്തത്. ഓൾസോ ചെറുതായിട്ട് എൻ്റെ ഡേറ്റാസൊക്കെ ഒന്ന് പോയി. നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ കാര്യം തീരുമാനമായി. പക്ഷെ ഞാൻ എവിടെ ഒരു ബാക്കപ്പ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് സെറ്റാക്കാൻ നോക്കാം ഗൈസ്, കുഴപ്പമില്ല. ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് നിങ്ങൾ മറക്കാതെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അല്ലാണേ ബാ മസി വാ ഗൈസ്. അപ്പോൾ നമ്മൾ സെർവറൊക്കെ ആയിട്ട് കുറച്ച് നേരമായി, നൈറ്റ് അവറായി. അതെ അതെ അതെ, വാ വേഗം വന്ന് വുഡൊക്കെ മുറിച്ചോ. ആടാ, നമ്മൾ വന്നിട്ട് കുറച്ചു നേരം ആയില്ലേ സെർവറിൽ. അപ്പോ നമ്മുടെ സഹായത്തിന് കുറച്ച് പേരൊക്കെ വേണം ഈ സെർവറിന്. സജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സെർവറിന് ഒരു നല്ല പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഇത്തവണ നമ്മൾ അയ്യോ, ഞാൻ എന്റെ ഫസ്റ്റ് വുഡ് മാറ്റി വെക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വേറെ ഷെയ്ഡറൊക്കെ വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. കമന്റ് ചെയ്താൽ മതി. ലോണ നീ ഷെയ്ഡർ ഇട്ടാണോ കളിക്കണേ? പിന്നെ അല്ല, ഗൈസ്, പിന്നെ കമന്റ് ചെയ്യുമ്പോൾ ഒരു GTX 1050 പറ്റുന്ന പോലത്തെ ഷെയ്ഡറൊക്കെ കമന്റ് ചെയ്യണോ. റേ ട്രേസിംഗ് ഒക്കെ പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ എന്റെ പിസിയിൽ ഷെയ്ഡർ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ലാഗ് വരും. കളിക്കാൻ പറ്റും, പക്ഷെ ഒരു FPS ചെറിയ ഡ്രോപ്പ് വരും. എടാ നോക്കുകയാണെങ്കിൽ 52 FPS കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. അയ്യോ രാത്രി എടാ കുഴിക്കണ അല്ല ചത്തും കേട്ടോ. ഉള്ള പറയാ, കയ്യിൽ പടിവാളും പോലും ഇല്ല. ഓരോരുത്തർ ഓരോ കുഴി കയറിയിരുന്നു, അതേ ഇനി പറയാനുള്ളൂ. ഞാനിവിടെ ഇപ്പോഴും ഓർവേൾഡിലോ. എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല മോനെ. ഞാൻ ആരാന്നാ നിന്റെ വിചാരം? വേഗം കയറി ഒളിക്കട്ടെ, ഇല്ലെങ്കിൽ വല്ലോണ്ട് തല്ലി കൊല്ലും. ദൈവമേ, ക്രീപ്പറൊക്കെ പടയം പിടിച്ച് വരുന്നുണ്ട്. ഞാൻ പല പല പുതിയ പുതിയ വാക്കുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതൊന്നും മൈൻഡ് ഒക്കെ ഉണ്ടോ. എന്റെ അള്ളി ഞാനും എടുത്തു. തിന്നാനൊന്നുമില്ല, പട്ടിണിയാണ്. ഗൈസ്, തിന്നാനൊന്നുമില്ല. ഓൾസോ ഞാൻ എപ്പോഴും ഗൈസ് എന്ന് വിളിക്കുന്നു, എനിക്ക് ശീലമായി പോയി. എന്നാടാ ഇങ്ങോട്ട് വന്ന് കുറച്ച് ബ്രൈറ്റ്നെസ് ഇരട്ടെ. മനുഷ്യനെ പേടിപ്പിക്കാം. എടാ ഒരു കുഞ്ഞു തൊളയിട്, ഇല്ലെങ്കിൽ നമുക്ക് വ്യൂവേഴ്സിനൊന്നും കാണത്തില്ല. ഇതന്നെ ഇങ്ങനെ. എടാ ആ മണ്ണൻ നമ്മൾ ഒരു വില്ലേജ് കണ്ടെടുത്ത് അത് കൈയടക്കുന്നതായിരിക്കും. മാക്സിമം ബ്രൈറ്റ്നെസ് ഇട്ട് കണ്ണ് തള്ളിപ്പോണ്. ഞാൻ നൈറ്റ് വിഷൻ കേറ്റിയാലോ? സുഹൃത്തുക്കളെ, എന്റെ വീഡിയോയിൽ ചെറിയ ലാഗ് ഉണ്ടാവാൻ ഇഷ്യൂ ഉണ്ട്. ഓൾസോ ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോയും അല്ല, അതുകൊണ്ട് കുറച്ച് സ്ലോയും ആയിരിക്കും. നമ്മൾ ഈ സെർവർ അങ്ങനെ ഒത്തിരി പെട്ടെന്ന് കളിച്ചു പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സെർവർ അല്ല. നോർമലി നമ്മൾ കളിക്കുന്ന പോലെ ആ ഒരു സ്പീഡിൽ. ഇപ്പൊ ഒരുത്തനോടെ ചാവും. ഓൾസോ നമ്മളെ വൺ ബ്ലോക്ക് ചെയ്യാൻ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ നോക്കാം. നമ്മളത് അത്യാവശ്യം കളിച്ചു വെച്ചതായിരുന്നു. ഇവിടെ വന്നു, ഇവനെങ്ങനെ ടെലിപ്പോർട്ട് ചെയ്തു വന്നു? ടോർച്ച് ഒന്നുമില്ല. എടീ, മാസ്ക് ടെലിപ്പോർട്ടേഷനെക്കാട്ടിലും സ്പീഡാണ്. കുറച്ചു ഞാൻ അവിടെ കണ്ടത്, ഇപ്പൊ ഇവിടെ അവിടെ കണ്ട് മാസിനെ അല്ലായിരുന്നു, നിന്നെയായിരുന്നു. ഇവർക്ക് ബോറടിക്കാൻ കേട്ടോ ഇമാതിരി കാര്യമൊക്കെ കണ്ട. അതെ, ഞാനാണെങ്കിൽ കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ ഞാൻ കാണിക്കാം. അയ്യോ എടാ, എന്നെ തല്ലിക്കൊല്ലുന്നടാ. ഇതും കൂടി ഈ ഒരു ഫൈറ്റും കൂടി കാണ്. എടാ ചത്ത് 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 ചത്ത്.
ഡ്യൂഡിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ തന്നെ. അപ്പൊ നമുക്ക് കുറച്ച് ക്രീപ്പർ മാസിയുടെ അല്ല മരണം കുറച്ച് വീണ്ടും കെൽപ്പ് ഫിനിഷ്. നമുക്ക് കളക്ട് ചെയ്യാം ഗൈസ്. അപ്പം കെൽപ്പ്. എടാ ദേണ്ട സോംബി ഒക്കെ ആടാ. എടാ എല്ലാം കൂടി വന്നിട്ട് ലാഗ് അടിക്കുന്നു. ഐറ്റംസ് കുറെ കിടന്ന ലാഗ് അടിക്കൂലേടാ? ഏയ് ചിലപ്പോ അടിക്കുമെന്ന് തോന്നുന്നു. അത്രേ. എടാ കെൽപ്പൊക്കെ ഉണക്കിയിട്ട് കഴിക്കാം. യാ ഗൈസ്, ഞാൻ ഓൾസോ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ലോണിന്റെ ചാനലും പോയി ചെക്ക് ചെയ്യുക. അവന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ ഓൾറെഡി കുറെ റെക്കോർഡ് ചെയ്തു. ഐ തിങ്ക് നമ്മുടെ ലംബറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാടാ അവൻ ചത്ത മാസി എത്തിയത്. അങ്ങനെ ഐശ്വര്യയുടെ മാസിന്റെ ഫസ്റ്റ് ഡെത്ത് കണ്ടിട്ടിരിക്കുകയാണ്. വിജയകരമായി നമ്മളിവിടെ ഇന്ന് പോയ ചത്ത ഇന്ന് ചത്ത മാസിയുടെ ഓർമ്മകൾക്ക് വേണ്ടി നിങ്ങൾ ഓരോ ലൈക്ക് ഡ്രോപ്പ് ചെയ്യുക. എടീ ഈ കെൽപ്പ് ട്രൈ ചെയ്ത് ചോദിച്ചാൽ അതിൽ ഹങ്കർ ഒന്നും കയറത്തില്ല കേട്ടോ. ഒറ്റ അര ഹങ്കർ. ഹങ്കർ കണ്ടേ കയറത്തുള്ളൂ. അര അരയോ? ആ അരയാ അരയാ പൊക്കണം അര. നീ തിന്നോ? ആ. എടാ എനിക്കും കുറച്ച് വേണം. എടാ ഇവ അവിടെ പ്രോയായടാ. അവളെ ചപ്പും ചോറും. ഏതാ? കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് കാണാം. അയ്യോ ഇതാണ്. അപ്പൊ എനിക്കിപ്പോ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവിടെ ഒരു വിച്ച് ഉണ്ടെന്ന്. ഞാൻ അവിടെ ചെറുതായിട്ടൊരു കുഴിയൊക്കെ കുടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. കെൽപ്പ് ട്രൈ ഞാൻ ചത്തപ്പോ പോയ സാധനങ്ങളെല്ലാം ഓൾസോ നമ്മുടെ ലോണും ചത്തിരുന്നു കേട്ടോ. അവിടെ ഇനി ഞാൻ മാത്രമേ ചാവാനുള്ളൂ. ആ അതും ഇപ്പൊ നടക്കുമായിരിക്കും. അര ഹാർട്ടിലാണ് ഞാൻ നിക്കണേ. നീ അത് ഓർത്തോ? ഞാനിപ്പോ തരാം പറഞ്ഞോ. ഒരൊറ്റ അടി മതി നീ തീർന്നു. അര ഹങ്കർ ബാർ. എടാ അടിക്കില്ല പ്ലീസ്. എങ്ങോട്ടാ കുഴിച്ചോണ്ടിരിക്കുന്നേ? കെൽപ്പുണ്ട്, ഞാൻ അവിടെ ചെന്നോണ്ടിരിക്കുക. എടാ നീ എങ്ങോട്ടാ കുടിക്കുന്ന? സ്ഥലവും മാറിപ്പോയോ? അടിച്ച ഞാൻ പ്ലീസ് അതിനൊന്നും കൊണ്ടോ. ഞാൻ കൊല്ല. ഓ അതിന്റെ ഇടയ്ക്കിടെ തുറന്നു വെച്ചിരിക്കുക എന്നെ കൊല്ലാൻ വേണ്ടി. ഒരു കെൽപ്പും കൂടി തന്നടാ. അതെ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ അവസാനം എങ്ങനെയായിരിക്കും എത്തും? ഇല്ലടാ കുറച്ചൊക്കെ ആയിട്ടുണ്ടെ. നമ്മള് തുടക്കത്തിൽ തന്നെ നമുക്ക് നൈറ്റ് ആയിരുന്നു. അതാ പറ്റിയ. നമ്മള് ഫുൾ പവർ ആയി. എന്റെ വീഡിയോയിൽ ഇനിയിപ്പോ ചാനലില് വീഡിയോകൾ അറിയേണ്ട പറ്റിപ്പോയതാ. അപ്പൊ ഇതിന്റെ വീഡിയോസ് ഒന്നും അത്ര ഇതായിരിക്കില്ല. കാരണം ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡിംഗ് ഒന്നും സ്മൂത്ത് ആവില്ല. 2 ദിവസം മുമ്പ് റീടെസ്റ്റ് എഴുതാൻ പോയതേ ഉള്ളൂ പൊട്ടിയ വിദേശിക്ക്. ആര്? തേങ്ങ? നീയോ? ഞാൻ എന്നെ കുറിച്ചാ പറയുന്നത്. ഞാൻ ചോദിച്ചവൻ എന്നെ പറ്റി പറഞ്ഞെന്ന്. ഞാൻ പൊട്ടിട്ടൊന്നുമില്ല. ഭയങ്കര പഠിപ്പിയായി. അപ്പൊ ചാനലിൽ നമുക്ക് സെറ്റ് ആക്കാം. എടാ ഓരോ കെൽപ്പിച്ചും വലിയ ലാഭമൊന്നുമില്ല. തിന്നും അര ഹങ്കർ കുറയും. ഒരു കാര്യമില്ല. 7 കെൽപ്പുണ്ട്. എന്നാ 2 ഇട്ടെ. 3 മതി. നമ്മൾ നമുക്ക് വേഗം ഇല്ല വേഗം വാടാ. നമുക്കേ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് വെട്ടി പറിച്ചിട്ട് ഷെയ്ഡർ ഇട്ട സൂര്യന്റെ വെളിച്ചം കണ്ടിലോട്ടായിരിക്കും ഒരു ഹിണ്ടിയും കാണത്തില്ല. ഒരു എല്ലും പോലെ അവിടെ നിൽക്കുന്നടാ മരത്തിനടിയില്. അപ്പൊ നമ്മളങ്ങനെ ഒരു സ്ഥലത്തുണ്ട്. അവിടെയാണ് നമ്മുടെ സ്പോണ്. നമ്മളിവിടെ ഒരു ചെറിയ ഡെസേർട്ട് കണ്ടുപിടിച്ചു. ഓക്കേടാ മാസി എന്റെടാ? മാസി വന്നില്ലടാ. ഇവിടെ നീ മാസിനെ വിളിച്ചിങ്ങ് പോരി. ഞാൻ എപ്പോഴത്തേക്കും അയ്യത്തേക്ക് അവിടെ നിക്കടാ. ഒന്നിച്ചു പോവാം. കാരണം ഇല്ല ചുമ്മാ ഫൈറ്റ് വല്ല മാസി വായോ. ഡെസേർട്ട് മാത്രല്ല കേട്ടാ, പിന്നെ ബാഡ്ലാൻഡും ഉണ്ട്. ബാഡ്ലാൻഡോ? മറ്റേ ഫുഡ് കിട്ടുമോ? ഇല്ല ബാഡ്ലാൻഡ് മറ്റേ മെസ്സാബയോമാണോ? നമുക്കുണ്ടല്ലോ ജംഗിളിലൊന്ന് പോയിട്ട് വരാം. അവിടെ മിക്കവാറും മെലൻ കാണാൻ സാധ്യതയുണ്ട്. ശരിയാവാ. കണ്ടോ ഗൈസ്, ചിന്തിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഗൈസ് വിജയകരമായി ഞാൻ ഒരു കേവിലും ചാടിപ്പോയി 10 അയണമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ ഇപ്പോഴും പിച്ച തന്നെ. കൊറേ വാട്ടർ മെലൻ മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. പാപ്പരാണ് ഗൈസ്. അവൻ പറഞ്ഞോ മൈസ്.
ഗൈസ് എന്നും എമ്മും കൂടെ മാറിപ്പോയാ മനസ്സിലാവുമല്ലോ. ആൽഫബറ്റ്സിൽ 2 ഉണ്ട്. അതെങ്ങനെ എന്നും അമ്മ മാറിപ്പോണേ? എടാ 2 N ഇട്ടാൽ ഒരു M ആയി ഇല്ലേ? ആ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഓ നൈസ് 2 N എന്നാണോ നീ കൂട്ടി പറയാൻ വായിച്ചതാ. ഉദ്ദേശിച്ചത്? ഞാൻ ഷോ ഗൈസ് ആ. എന്നായിരിക്കും. ഞാൻ നൈസ് എന്നാ പറയാൻ പറ്റുന്നത്, പക്ഷെ മൈസായി പോയി. എടാ ഇത് എന്തൊരു കഷ്ടാണ്, ഇവിടെ ഫുള്ള് ഓഫ് റോഡ് കയറി പോണല്ലോ. ട്രക്കിങ്. ഞാൻ വണ്ടി എടാ ഇത് ഓടിക്കാൻ തുടങ്ങി. എന്തൊരു മരവാടാ, മരം. പോയി. ഞാൻ ചാടി ഇപ്പൊ തന്നെ ചാവും. നീ എവിടെടാ? എടാ ഞാൻ നിങ്ങളുടെ അടുത്തോണ്ട് വന്നോണ്ടിരിക്കുക, പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോ താഴെ അണ്ടർഗ്രൗണ്ട് ആണോ? ഞാനിപ്പോ മേളിലെത്തി. എന്നാ നിക്ക, ഞാനും വരുന്നു. ഒരു സെക്കൻഡ്. നീ അതിലേ കൂടെ പോയി. ഗൈസ് ഡൂഡിനെ ലൊക്കേറ്റർ കണ്ടുപിടിച്ച് ബാറിൽ നോക്ക്, അറിയിക്കാം കേട്ടോ. ലൊക്കേറ്റർ ബാറിൽ നോക്ക്. ഞാൻ ഡൂഡിനെ കണ്ടുപിടിച്ചിട്ട് അറിയിക്കാം ഗൈസ്. ഞാനും ഗൈസ് അങ്ങനെ ഡൂഡിനെ കിട്ടി, ഡൂഡിനെ കിട്ടി, കണ്ടുപിടിച്ചേ. ഡൂഡിനെ കിട്ടി. സക്സസ്. മാസിയോടെ എന്നാ അടുത്തവരങ്ങൾ കണ്ടുപിടിക്കാൻ പറ. ഗൈസ് ഇപ്പൊ വിളിക്കാം. ഗൈസ് നാട് വിടണം, അതേ പറ്റി. നമ്മളിവിടെ നാട് വിടാൻ പോവാണ്. നമ്മൾ ബോട്ട് എടുക്കാൻ പോവാണ്. പക്ഷെ അത് ഈ പൊട്ടം മാസി കയറി വരുന്നില്ല. എടാ മാസി, ഇവിടെയാണ് ഞങ്ങളെ പിടിക്കാൻ ഒരു 150 എനിമീസ് ഉണ്ട്. നീ മര്യാദക്ക് കയറി വന്നില്ല, ഞങ്ങൾ നിന്നെ കൂട്ടാതെ ഇവിടെ സ്ഥലം വിടും. വെടികൊള്ളുന്നു. നീ എങ്ങോട്ട് വരും? നമ്മള് കടല് താണ്ടിയാ പോണേ. ഇയാള് എന്റെ പൊന്നു മാസി, ഒന്ന് വാട മാസി. ഞങ്ങളിവിടെ മാസിക്ക് വേണ്ടി എത്ര ആൾക്കാരെ തട്ടുന്നത് അറിയാമോ? പോയിക്കോ. എടാ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വരാൻ പോലും പറ്റില്ല ബ്രോ. അതെ, നമ്മളിവിടെ വൺ ഡിബേറ്റിലാണ് ഗൈസ്. മാസി കേറി വന്ന് ഇങ്ങോട്ടേക്ക് ഒന്നിച്ചു പോവാം. വരാൻ വയ്യൊന്നും അറിയില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയി. ഇവിടെ എന്താ അളിയാ? മാസിക്ക് എന്തോ പറ്റി. ചാറ്റ് ഓക്കെ. മാസി യസ്മിൻ. കള്ളത്തിന്. ഗൈസ് ബസ് നമ്മളെ വിളിക്കാതെ ബൈനിക്കിട്ട് പോയി ഗൈസ്. എടാ നമുക്ക് വേറെ സ്ഥലത്തോട്ട് എല്ലാം നമുക്ക് ചെയ്യാം. ഞാൻ വരാൻ അങ്ങോട്ടേക്ക്. എടാ എന്നാ വാ, നമുക്ക് പോവാം. നമുക്ക് പോവാടാ. ആ. മാസിക്ക് വരണം. മാസി അവിടെ നിന്നോളും, നമുക്ക് പോവാം. ഞാനൊരു ബോട്ട് ഉണ്ടാക്കാം. അവസാനം കോർഡിനേറ്റ്സും തേങ്ങയും ചോദിച്ചാ എന്നെ ഞങ്ങളെങ്ങനെ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മാസി നിന്നെ ഞങ്ങളെ കൊല്ലും. 5 ഡാമിന്റെ അല്ല മാസി, ഞങ്ങൾ നിന്നെ കൂട്ടാൻ വരാം. വിഷയമില്ല. വാ വാ വാ. ഇവിടെ കപ്പൽ കിട്ടിയോ? എന്റെ എനിക്കൊരു കപ്പലുണ്ട്. എന്റെ കപ്പലുണ്ട്. അല്ല വേണ്ട, നോക്കണ്ട, ഇനി നോക്കണ്ട. എടാ ഇവിടെ ഇങ്ങോട്ട് നോക്കണം. ആ എടാ ഇങ്ങോട്ട്. ആ വരുന്നു. ഞങ്ങളപ്പോ ഇനി കപ്പൽ താണ്ടി നല്ലൊരു ബയോമ കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ലോൺ, എടാ പോടാ പോടാ പോടാ. നമ്മുടെ ലോൺ ഒരു കിടിലം മണ്ടത്തരം കാട്ടി. ഇവന്റെ ചാനലിൽ ഇടാനുള്ള പാർട്ട് കുറെ റെക്കോർഡ് ചെയ്തില്ല. എന്റെ പൊന്ന്, ഇതുപോലൊരു പൊട്ടൻ ലോണ. ഇനി നീ ട്രൈ ചെയ്യട. എന്റെ പറയാ ക്രീപ്പർ ഉണ്ടായിരുന്നല്ലേ. എന്റെ സ്കിൻ ഇതുവരെ ഞാൻ പോലും നേരുമാനം കണ്ടിട്ടില്ല. എടാ ഇത്തവണ നോക്കിയേക്ക് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോന്ന്. ലോണിന്റെ കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഫൈനലി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എടാ ഇത് എങ്ങനെയാ ബോട്ടിന്ന് ഇറങ്ങണേ? ക്യാമറ മാറ്റട്ടെ. ഏതോ ഒരു ഐലൻഡ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അത്യാവശ്യം നല്ല ഐലൻഡ് ആണ് ഗൈസ്. ഇത് ഐലൻഡ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഫോറസ്റ്റ് ബയോമാണ് ഇവിടെ ഉള്ളത്. മാസി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പറയൂ മാസി, പറയൂ മാസി. അടുത്ത ഡാമിന് കിട്ടി. സ്പോട്ട് ചെയ്തു. ചെല്ലുമ്പോഴത്തേക്കും മറ്റേ ആശാരിക്കണം പൊളിയിരിക്കും. അടുത്ത് കിട്ടിയടാ. ഈസി ബ്രോ. ഇവിടെ മാസി എന്ത് സീനാടാ. കുറച്ച് ഡെത്ത് സ്ക്രീൻ കാണാം. മാസിന്റെ കാര്യമാണ് നമുക്ക് അന്നുള്ള നല്ലോണം അറിയാം. വേറൊരു ഒക്കെ പറയുന്നത് ലാവലോട്ടാ. ഞാനും മാസി. നിങ്ങളെല്ലാരും മറക്കാതെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുന്ന. ഞാൻ മാക്സിമം ഗൈസ് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കും. ഓ സമന. എടാ പിന്നെയും എനിക്ക് എപ്പോഴും ഞാൻ കഴിച്ചു പറയുന്നത് ശീലമായി പോയി. അതാണ് ഈ ഒരു പന്നീനെ കൊല്ലുന്നോണ്ട് കുഴപ്പമില്ല, കാരണം ഇതിന് ടെക്നോബ്ലേഡ് ചായ ഇല്ല. സോ നോ ഇഷ്യൂ. മറ്റേ പന്നീനെ നമുക്ക് കൊല്ലാം.
ഇപ്പൊ കൊന്നാന്. എടാ നമുക്കൊരു ബെഡ് വേണ്ടേ കിടന്നുറങ്ങാൻ? തീർച്ചയായിട്ടും ഉണ്ടോ? ഇല്ല. ബെഡൊന്നും വേണ്ട, തൽക്കാലം ജീവിച്ചു. നമുക്ക് മുകളിൽ തന്നെ കയറിയില്ലായിരുന്നു. അപ്പൊ ഗൈസ് നമുക്ക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചക്ക് തിന്നാം. ഇവിടെ നരഭൂജിയാണ് ആറ് ശേഷം. ഡയമണ്ട്. നന്നായി. നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണേ, അറ്റ്ലീസ്റ്റ് അഡ്വാൻസ്മെന്റ് എങ്കിലും പൊട്ടിക്കാൻ. സത്യം. എടാ അപ്പൊ ഇവന് അയൺ പിക്കാക്സ് ഒക്കെ കിട്ടിയോ? എടാ അവൻ അയണൊക്കെ കിട്ടിയടാ, അവൻ മാരടാ. സെർവർ ഹോസ്റ്റ് ഞാനാണല്ലോ, എന്നിട്ട് അവൻ എങ്ങനെ ആദ്യം കിട്ടി? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ കളിക്കാതെ മാത്രം എടുക്കാൻ പറ്റൂ. ഓ അതും ശരി, കളിക്കാറേനല്ലോ അല്ലേ. ഓ സോറി ഞാൻ ഉദ്ദേശിച്ചതല്ല. മൊത്തത്തിൽ കുഴഞ്ഞിരിക്കും. എടാ ഞാൻ ഓൾറെഡി കുറെ ഷീപ്പിനെ കൊന്നു. എന്റെ ഇപ്പൊ 5 പൂളാണ്. ഞാൻ അതിന്റെ കാര്യം ചെറുതായിട്ട് മറന്നു. എനിക്കൊരു 2 പൂള് തരാമോ? 2 പൂള് മതി ആ എനിക്ക്. പൂള് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ തിരിച്ചു പോയാലോ? എങ്ങോട്ട് തിരിച്ചു പോകാൻ? എവിടെങ്കിലും വില്ലേജ് എവിടെ? ഇവിടെ ഇങ്ങോട്ട് നോക്ക്, എനിക്ക് കണ്ണും കാണാൻ വയ്യ. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളങ്ങനെ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് രണ്ടാമത് ഇച്ചിരി സമയം എടുത്തോട്ടാ, ബട്ട് വിജയകരമായി നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള എല്ലാ റോപ്സും അടിച്ചു മാറ്റി. ഗൈസ് അങ്ങനെ നമുക്ക് അയം കിട്ടി. നമ്മൾ അയങ്കോലത്തെ കൊന്നു. അവനാണ് കൂടുതൽ കൊന്നത്. അവസാനത്തെ അടി എടുത്തിട്ട് അവസാനത്തെ അടി ഞാൻ എടുത്തിട്ട് അതൊക്കെ എടുത്ത്. എന്നാടാ നീ എടുത്തോ? ഇന്ന എടുത്തോ, നീ എടുത്തോ, എനിക്ക് വേണ്ട. എടാ ഇത് എടുത്തോ. ഏത് ഹൈ ലെവൽ ഡയമണ്ട് ഗൈസ് നമ്മൾ അങ്ങനെ സ്റ്റീലൊന്നും ചെയ്യുന്ന കൂട്ടില്ല. എടാ ഇത് എടുത്തോണ്ട് പോടാ. നീ പോണ വഴി കൂടെ മുഴുവൻ എടുത്തോണ്ടിരിക്കുക. ഇവിടെ വൈ ലെവൽ 15. എടാ ഇത് എടുക്ക്. എത്ര നേരം പിന്നെ ആദ്യം പറഞ്ഞ വൈ ലെവൽ 59 53 ചെറുതായിട്ട്. ഞാൻ ഇവിടെ ഫുൾ ഓടി നടന്ന് നോക്കൂ, ഇതിനകത്ത് വല്ല ഓട്ടോ ഒന്നുമില്ലായിരുന്നു. ചപ്പൽ സാധനങ്ങളായിരുന്നു. ഒരു ഉപകാരമില്ല. ബ്ലാക്ക് സ്മിത്ത് പോലും ഇല്ല. സവാനിന് ബ്ലാക്ക് സ്മിത്ത് ഒക്കെ സ്പോൺ ആവൂലോ അല്ലേ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എനിക്കൊരു ചെറിയ ഡൗട്ട്, സവാനയില് സ്പോൺ ആവും? എന്റെ ചാനലിൽ കമന്റ് ചെയ്താൽ നീ എങ്ങനെ കാണും? എന്റെ ചാനലിൽ കമന്റ് ചെയ്യും. ഞാൻ എന്റെ കയ്യില് കമന്റ് ചെയ്യുന്ന കുറച്ച്. എടോ എടാ ഈ മാസി നമ്മളെ ഒന്നും കൂട്ടിന്നില്ലടാ. നമുക്ക് ഒരു ഡയമണ്ട് പോലും തരുന്നില്ല അവൻ. വൃത്തിയായിട്ടവൻ നാണമില്ല. തേങ്ങ തരുന്നു. നമുക്കും പോവാ. മാസി അതെ, നമ്മൾ ഈ ഡയമണ്ട് കൊണ്ട് കേറി വരുന്നുള്ളൂ. അതെ, വേറെ പണിയില്ലേ? നമ്മള് അയം കണ്ടുപിടിച്ചു. അയ്യോ ഇത് ഓട്ടം മാറിപ്പോയി ഗീസ്. അപ്പുറത്തെ ഓട്ടയിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൊറേ ഓട്ടല്ലോ. എവിടെയാടാ നീ കുളിക്കുന്നത്? ആ കണ്ടു. എടാ 9 ആ ഒറ്റ വേനീന്ന് കള്ളൻ. അവിടെ ലോണിനും ഡയമണ്ട് കിട്ടി. ഡയമണ്ട് ഇല്ലാത്ത ബാക്കി എല്ലാ വാഴകൾക്കും ഉണ്ട്, എനിക്ക് മാത്രം ഇല്ല. ഞാൻ ഡയമണ്ട് ആരാടാ? ഞാൻ മാസിയെ പോലെ കൊറേ ആയം കിട്ടുന്നുണ്ട്. മാസിന് അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഡയമണ്ട്. എടാ നിങ്ങക്ക് എന്ത് കഷ്ടം. ഞാൻ നേരെ താഴത്തോട്ട് കുടിക്കാൻ പോവാ. ഞാൻ സ്ട്രിപ്പ് മൈനിങ് ചെയ്ത് പോയി ഗൈസ്. നമുക്കിങ്ങനെ സ്ട്രിപ്പ് മൈനിങ് ഒക്കെ. എടാ എന്റെ സ്റ്റോൺ പിക്കാക്സ് ഭയങ്കര സ്ലോ ആണ്. ലാവാ കൂള് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. സോറി, ലാവ എടുക്കാൻ പറ്റത്തില്ല. ഞാനൊന്ന് വൈലവല്ല. എടാ ഗോൾഡ് കിട്ടി. ഡയമണ്ടിന് മുമ്പ് ഗോൾഡ് ഒക്കെ എന്തിനാ? തേങ്ങ മിണ്ടാണ്ടേരി അവിടെ എന്നെ കൊതിപ്പിക്കാൻ. അയാൾ വേഗം പറഞ്ഞ സ്മെൽറ്റ് ചെയ്യട്ടെ. 4 കോപ്പർ ഉണ്ട്, ഒരു ഫുൾ സെറ്റ് ആർമർ കോപ്പർ ഉണ്ട്, 9 ഡയമണ്ട് ഉണ്ട്. ഈ ഒരു ഷെയ്ഡർ ആണോ? ഒരു 2 ചിക്കൻ അടുത്ത ഡയമണ്ട് കിട്ടിയ അറിയിക്കുന്നതായിരിക്കും. ഞാനും. അപ്പൊ നമ്മള് -58 എത്തിയിരിക്കുകയാണ്. ഇവിടെ -53 സോറി, ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം.
My God. ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ഓർക്കുന്നു വഴിയരികിൽ അലതോറും നേരത്താൽ മിഴിയഴുകെ ഞാൻ നിന്നെ മുറിവേത്ത ശലഭം നീ നിറവേറാനഴകേ പുഴലോകാ നീ അഴകേ എന്നോ നാടകലെ ആ വഴിയഴകിലും ഞാൻ നിന്നെ അറിയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ ഇനിയില്ല വരനായി അകലും മതി ബാക്കി നമ്മൾ ചെയ്തു Yes, അവന് വയ്യ ഗൈസ്, അവന് പനിയെ, എന്നിട്ടാണ് അവൻ അതെ, ഇത്രയും എന്നിട്ട് കിടിലായിട്ട് അവൻ പാടണേ. അത് ശ്രമിച്ചു എനിക്ക് guys. കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള സംശയം, അത്രയ്ക്ക് കിടിലായിട്ട് അവൻ പാടിയത്. ജൂപ്പിറ്റർ അമ്മയുടെ പാടി അതിന്റെ ഇടയ്ക്കൂടെ ഈ ലോണിന്റെ കമാൻഡറി കാരണം കുറച്ച് ഭാഗം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോറി ഐ എം സോ സോറി അബൌട്ട് ദാറ്റ് ഗൈസ്. ഞാൻ കേട്ടില്ല ഞാൻ തുടങ്ങിയത്. പക്ഷെ എന്താണെങ്കിലും യാ ഗൈസ്, കൊള്ളാമായിരുന്നു. കിടിലായിരുന്നു. നിങ്ങൾ ഈ പാട്ടിനെ റേറ്റ് ചെയ്യുക ഗൈസ്. 0 അവന്മാര് 10-ല് 100 ഇട്ട് തരും അല്ലേ ഗൈസ്? എന്നാണ് 10-ല് ഒരു 5-ന്റെ മൂല്യം തരും ഉറപ്പാ. 5 അതേ കൂടുതലുണ്ട്. 7-8 ഒന്നിട്ടാലോ ഇത് രാവിലെ രാത്രി പുറത്ത് അറിയില്ല, ഞങ്ങളിപ്പോ ഓവർ വേൾഡിലല്ല. രാവിലെ രാവിലെ ഞാൻ പൊട്ടിയിരിക്കും My God. ഞാൻ ചത്തിട്ടില്ല ഡ്യൂഡ് അന്നെ ഇതാക്കിയോണ്ട് ഞാൻ ചത്തിട്ടില്ല ബ്രോ. എന്താക്കിയോണ്ട്? ഡ്യൂഡ് ചാവുന്നറിയില്ല അപ്പൊ ചത്തിട്ടില്ല. യാ ഗൈസ്, അവനെ ഈഗോ കയറ്റിയായിരുന്നു ഗൈസ്. നീ ചാവൂടാ, നീ ചത്തിട്ടേ വരുവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. ഈഗോ അടിക്കാൻ അങ്ങനെയല്ല മനുഷ്യൻ. ഞാൻ ഈഗോ അടിക്കാൻ ഈഗോ കയറി വരും. Guys, ഇവിടെ എടാ, ഇനി വേറൊരു പാട്ട് പാടുവോ? ഏത് പാട്ടാ അപ്പൊന്നും അറിയില്ലടാ. ഏതെങ്കിലും ഒന്ന്. Guys, അപ്പൊ ഗൈസ്, എന്റെ നെറ്റ് ഒന്ന് ചതിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഇപ്പൊ എന്നിട്ട് ഞാൻ അന്നേരം ലെഫ്റ്റ് ആയിട്ട് ഇപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ടാണ് കയറണേ. അപ്പൊ നമ്മുടെ അവരെല്ലാരും പോയി ഗൈസ്, ലോണും മാസിയൊക്കെ പോയി. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ സെർവറിൽ. ഞാൻ ഔട്ടർ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ മൈനിങ്ങിന് പോയിട്ട് നമുക്ക് ഇത്രയും സാധനം കിട്ടി ഗൈസ്. ഇത് ഒരു 3 ഇവിടെ ആരോ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചതാണ്, ഇപ്പം അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. ഈ ഒരു 3 സാധനം, ഇത്രയും സാധനം, ഒരു അയൺ ഇങ്കട്ട്, 24 അയൺ, 2 ഗോൾഡ്, പിന്നെ ഈ ടൂൾസും പിക്കേക്ക്, അത്രയും ഞാൻ ഇപ്പം ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. അപ്പോൾ വെച്ചാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.